രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ഉടനുണ്ടായേക്കുമെന്ന് സൂചന. രാഹുൽ ഒരു നിമിഷം പോലും തുടരരുതെന്ന് രമേശ് ചെന്നിത്തല. രാജി ചോദിച്ചു വാങ്ങണമെന്ന് KPCC അധ്യക്ഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. VD സതീശനും കടുപ്പിച്ചതോടെ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് രാഹുൽ. KC വേണുഗോപാലിന്റെ നിലപാട് നിർണായകമാണ്. കോൺഗ്രസിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടക്കുകയാണ്. ഉടൻ രാജിവെക്കാൻ ആവശ്യപ്പെട്ടേക്കും. രാഹുൽ ഒഴിയണമെന്നൊരു വിഭാഗം ലീഗ് നേതാക്കളും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. റോഷിപാലും നോബൽ മാരിക്കാരനും പ്രവീൺ പുരുഷോത്തമനും റഹീസ് റഷീദും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം റോഷിപാലിലേക്ക്. റോഷി, ഇനി ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല. കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു നേതാക്കൾ നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി KC വേണുഗോപാലിന്റെ നിലപാട് കൂടി മാത്രമേ ഉള്ളൂ. KC വേണുഗോപാൽ രാഹുലിനെ പ്രതിരോധിക്കാനുള്ള സാധ്യത ഇനി കാണുന്നില്ല. KC വേണുഗോപാലിനും ഈ സംഭവത്തിന്റെ ആഴങ്ങൾ മനസ്സിലായിരിക്കുന്നു, ഗൗരവം മനസ്സിലായിരിക്കുന്നു. രമേശ് ചെന്നിത്തല നിലപാടെടുത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. VD സതീശനോടൊപ്പം എന്താണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് KPCC അധ്യക്ഷനോട്? റോഷിപാൽ. അരുൺകുമാർ, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന ശബ്ദരേഖകളാണ് രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണമായിരിക്കുന്നത്. ആ ശബ്ദരേഖകൾ ഗുരുതരമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് രമേശ് ചെന്നിത്തല പറഞ്ഞു. രമേശ് ചെന്നിത്തല കേരളത്തിലില്ല, വിദേശത്താണ്. രമേശ് ചെന്നിത്തല ടെലിഫോണിൽ സണ്ണി ജോസഫിനോട് ആവശ്യപ്പെട്ടത് ഒന്നു മാത്രമാണ്: എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെക്കാൻ ആവശ്യപ്പെടണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി നിർബന്ധമാണ്. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദത്തിൽ തുടർന്നാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ തിരിച്ചടിയാകും. അത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാക്കണം. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവാണ്, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം തന്നെ നേരത്തെ VD സതീശനും നിലപാട് വ്യക്തമാക്കിയതാണ്. രണ്ടുപേരും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മുൻ KPCC അധ്യക്ഷന്മാരുമായും മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന തുടങ്ങി. തിരക്കിട്ട കൂടിയാലോചനകൾ കോൺഗ്രസിനകത്ത് നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. AK ആന്റണി അടക്കമുള്ള നേതാക്കളുമായി സണ്ണി ജോസഫ് ആശയവിനിമയം നടത്തുകയാണ്. എന്നിട്ട് അവരുടെ അഭിപ്രായം ക്രോഡീകരിച്ച് അത് ദീപാദാസ് മുൻഷിയെ അറിയിക്കും. ഏറെ താമസിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദം രാജിവെക്കേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നിലപാട് നിർണായകമാകും. KC വേണുഗോപാൽ സ്വീകരിക്കുന്ന നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ട സാഹചര്യമാണ്. ഏതായാലും പ്രവർത്തകരടക്കം വൈകാരികമായി പ്രതികരിക്കുന്നു. സൈബർ ടീമടക്കം രാഹുലിനെ കൈവിടുന്നു. ഒരാൾക്ക് വേണ്ടി പാർട്ടി പ്രവർത്തകർ നാണം കെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് സ്ഥിരമായി കോൺഗ്രസിന് വേണ്ടി സൈബർ ഇടത്തിൽ ശബ്ദിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പുകളടക്കം പ്രതികരിച്ചു തുടങ്ങുന്ന സാഹചര്യമാണ്. കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ കൈവിടുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സജീവമാകേണ്ട സാഹചര്യത്തിൽ പാർട്ടി ആകെ പ്രതിരോധത്തിലാകുന്നു. മാത്രവുമല്ല, എതിരാളികൾക്ക് വലിയ ആയുധം കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒന്നിൽ കൂടുതൽ പെൺകുട്ടികൾ വെളിപ്പെടുത്തലുകളുമായി രാഹുലിനെതിരെ രംഗത്ത് വരുന്നു. ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുടെ അവർക്കെതിരെ ഉണ്ടായ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകളടക്കം പുറത്തു വന്ന സാഹചര്യം ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന നിലപാടിലേക്ക് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എത്തുന്ന സാഹചര്യമാണ്. ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കുന്ന മണിക്കൂറുകളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഈ തീരുമാനം മാതൃകാപരമായിരിക്കണമെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ KPCC അധ്യക്ഷനോട് ആവശ്യപ്പെടുകയാണ്. KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടാൽ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിക്കത്ത് കൈമാറേണ്ടി വരും. അരുൺകുമാർ, തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാവിന് അങ്ങനെയല്ലാതൊരു നിലപാടെടുക്കാൻ കഴിയില്ല. VD സതീശനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിന് അങ്ങനെയല്ലാതൊരു നിലപാടെടുക്കാൻ കഴിയില്ല. എന്തിന് ആദ്യഘട്ടത്തിൽ പ്രതിരോധിച്ച K മുരളീധരൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിലെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് K മുരളീധരൻ പറഞ്ഞത്? ഒന്ന് കേട്ടുവരാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ K മുരളീധരൻ പറഞ്ഞത്: പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. തുടർ നടപടികളൊന്നും വേണ്ട എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖകൾ അത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പക്ഷേ ആധികാരികത കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിക്കും. ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അതൊക്കെ ഈ രോഗം പുറത്തു വരുമ്പോഴല്ലേ അറിയുള്ളൂ. ഇതുപോലത്തെ വിഷയങ്ങൾ എങ്ങനെയാണ് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുക? ആരെവിടെയൊക്കെ മതിൽ ചാടുന്നത് ആർക്കും അറിയാം. അപ്പോൾ മുകേഷ് രാജിവെച്ചിട്ടില്ല, ശരിയാണ്. പക്ഷേ ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗൗരവമുള്ളതാണ്. അതനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും. അത് മാതൃകാപരമായിട്ടുള്ള നിലപാടെടുക്കും.
അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുകേഷിന്റെ രാജിവെച്ചില്ലല്ലോ, വിൻസെന്റ് രാജിവെച്ചില്ലല്ലോ, എൽദോസ് കുന്നപ്പള്ളി രാജിവെച്ചില്ലല്ലോ എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് റോഷി ഇപ്പോൾ പറയുന്നത്. അതായത് ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ ഗൗരവമേറിയ വിഷയമാണ്. അത് കെ മുരളീധരന് മനസ്സിലായി, രമേശ് ചെന്നിത്തലയ്ക്ക് മനസ്സിലായി, VD സതീശന് മനസ്സിലായി. ഷാഫി പറമ്പിലിന് മാത്രമാണ് ഇനി മനസ്സിലാവാത്തത്. KC വേണുഗോപാൽ യാത്രയുടെ തിരക്കിലാണ്. ഒരുപക്ഷെ KCയുടെ ഒരു നിലപാടിന് വേണ്ടി, KCയുടെ ഒരു പച്ചക്കുടിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നു എന്ന് വേണം കരുതാം, അല്ലേ റോഷി? അരുൺകുമാർ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചതിന് തൊട്ടുപിന്നാലെ തന്നെ അതിന്റെ നടപടിക്രമം എന്ന നിലയിൽ മുൻ KPCC അധ്യക്ഷന്മാരുമായി ആശയവിനിമയം നടത്തുകയാണ്. അതിനുശേഷം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് AK ആന്റണി അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു. മുതിർന്ന എല്ലാ കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം ആരായുകയാണ്. ആ അഭിപ്രായം ക്രോഡീകരിച്ച് തൊട്ടുപിന്നാലെ തന്നെ ദീപാദാസ് മുൻഷിയെ അറിയിക്കും, KC വേണുഗോപാലിനെ അറിയിക്കും. ഇത് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് KC വേണുഗോപാൽ പച്ചക്കൊടി കാണിച്ചാൽ പിന്നീട് ഒരു നിമിഷം പോലും വൈകില്ല. കാരണം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒറ്റ നിലപാടാണ് സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരെ സംരക്ഷിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. നമുക്കറിയാം, ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഇടത്ത് വച്ചിരിക്കുന്ന ഒരു ഫോൺ നമ്പറുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം നേരിട്ടാൽ പെൺമക്കളെ നിങ്ങൾ വിളിക്കൂ എന്ന് പറഞ്ഞൊരു നമ്പർ വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്ന നേതാക്കൾക്ക് ഒരിക്കലും സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ്